നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വീണ്ടും ഒരു മനുഷ്യനിർമ്മിത ദുരന്തത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് കേരളം. പുറ്റിങ്ങൽ ഒരു കരിനിഴലായി മാറി 10 വർഷം തികയുമ്പോഴാണ് ഇപ്പോൾ മറ്റൊരു ദുരന്തം. തൃശൂർ മുണ്ടത്തിക്കോട് ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 13. ഏത് ദുരന്തം സംഭവിക്കുമ്പോഴും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കാണുന്ന ചില പതിവ് നടപടികളുണ്ട്. അതിവിടെയും ആവർത്തിക്കുന്നു. ഇപ്പോഴിതാ ഒരു അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിരിക്കുന്നു. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരെയാണ് അന്വേഷണ കമ്മീഷനായി നിയോഗിച്ചിരിക്കുന്നത്. ഇതേ ജസ്റ്റിസ് സമർപ്പിച്ച പല റിപ്പോർട്ടുകളും നടപടികളൊന്നുമില്ലാതെ ഇപ്പോഴും സെക്രട്ടേറിയറ്റിൽ പൊടിപിടിച്ച് കിടപ്പുണ്ട്. പുറ്റിങ്ങൽ ദുരന്തത്തിന് ശേഷം വെടിക്കെട്ട് സുരക്ഷയെക്കുറിച്ച് പഠിക്കാൻ നിരവധി കമ്മീഷനുകളെ നിയോഗിച്ചിരുന്നു. അവർ സമർപ്പിച്ച റിപ്പോർട്ടുകൾ ഇപ്പോഴും സെക്രട്ടേറിയറ്റിലെ അലമാരയ്ക്കുള്ളിൽ മാറാല പിടിച്ചു കിടക്കുന്നു. ഉത്സവങ്ങളുടെ സുരക്ഷയും കരുമരുന്ന് കൈകാര്യം ചെയ്യുന്ന നടപടിക്രമങ്ങളുമൊക്കെ കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ടോ എന്നുറപ്പുവരുത്തേണ്ടത് ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അതല്ലാതെ ഇത്തരം വേളകൾ അട്ടിമറികൾക്ക് ഉപയോഗിക്കുന്ന തീവ്രവാദികൾക്ക് നുഴഞ്ഞു കയറാനുള്ള ഇടം ഒരുക്കി കൊടുക്കരുത്. 2016 ഏപ്രിൽ 10 110 പേരുടെ ജീവനെടുത്ത പുറ്റിങ്ങൽ ദുരന്തം. അതിനുശേഷം കേരളത്തിലെ വെടിക്കെട്ടുപുരകൾ പലപ്പോഴും മരണക്കെടികളായി മാറുന്നത് നമ്മൾ കണ്ടു. മുണ്ടത്തിക്കോട് ദുരന്തത്തിനെക്കുറിച്ച് അന്വേഷിക്കാൻ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കുന്നതോടെ സർക്കാരിൻ്റെ ഉത്തരവാദിത്വം തീരുന്നു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 14 ലക്ഷം രൂപ ധനസഹായം. ദുരന്തത്തിൽ മരണപ്പെട്ട 7 പേരുടെ പൂർണ്ണ മൃതദേഹങ്ങൾ ലഭിച്ചുവെന്ന് ജില്ലാ കളക്ടർ പറയുന്നു. ഇതിൽ 3 പേരെ തിരിച്ചറിഞ്ഞു. ഇന്ന് രാവിലെ നടത്തിയ തെരച്ചിലിൽ 2 ശരീരഭാഗങ്ങൾ കൂടി കണ്ടെത്തിയിരുന്നു. കെടാവർ നായ്ക്കളെ ഉപയോഗിച്ചുള്ള തെരച്ചിലിലാണ് പാടത്തു നിന്നും ശരീരഭാഗങ്ങൾ കണ്ടെത്തിയത്. അപകട സ്ഥലത്ത് 32 പേർ ഉണ്ടായിരുന്നുവെന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. എന്നാൽ അപകട സ്ഥലത്ത് 40ഓളം ജീവനക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. 40 ഊണുകളാണ് അവർക്ക് വേണ്ടി കരുതിയത്. ദുരന്ത സ്ഥലത്ത് നിന്ന് മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തുമ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെയും നാട്ടുകാരുടെയും ഒക്കെ കണ്ണ് നനയുന്നു. പലരുടെയും അസ്ഥികളും കൈവിരലുകളുമൊക്കെയാണ് ലഭിക്കുന്നത്. അതും പല സ്ഥലത്ത് നിന്ന്. വെന്റിലേറ്ററിൽ ചികിത്സയിൽ കഴിയുന്ന 2 പേർക്കും 98% പൊള്ളലേറ്റു. അതീവ ഗുരുതരമാണ് അവരുടെയും സ്ഥിതി. 13 പേർ ചികിത്സയിൽ കഴിയുന്നു. പലരുടെയും നില ഗുരുതരം. സ്ഫോടനത്തിൽ 14 പേരാണ് മരിച്ചത് എന്ന ഔദ്യോഗിക സ്ഥിരീകരണം. ഇതിൽ 9 പേരെ തിരിച്ചറിഞ്ഞു. ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന മുഴുവൻ സംഘത്തെയും അവിടെ എത്തിച്ചിട്ടുണ്ട് എന്ന് സർക്കാർ പറയുന്നു. അന്വേഷണം നല്ല രീതിയിൽ തന്നെ തുടരുമെന്നും കെ രാജൻ. പൊട്ടാതെ കിടക്കുന്ന വെടിക്കോപ്പുകൾ കണ്ടെത്തി ഫയർഫോഴ്സ് നിർവീര്യമാക്കുന്ന നടപടികളിലേക്ക് കടന്നു. സമീപത്തെ പാടത്തു നിന്ന് 2 മൃതദേഹ അവശിഷ്ടങ്ങൾ കൂടി ലഭിച്ചതോടെ ആ മേഖല കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശോധന തുടരുന്നു. പോസ്റ്റ്മോർട്ട നടപടികൾ പൂർത്തിയാക്കാൻ ഏറ്റവും വേഗത്തിൽ തന്നെ DNA ടെസ്റ്റിന് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അട്ടിമറി ഇല്ല എന്നാണ് തിരുവമ്പാടി ദേവസ്വം പറയുന്നത്. സംഭവത്തിൽ സമഗ്രാന്വേഷണം ആവശ്യപ്പെട്ട് പാറേമക്കാവിൻ്റെ പ്രതികരണം. ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ തൃശൂർ പൂരം ചടങ്ങ് നാമമാത്രമായി നടത്താനുള്ള ആലോചന നടക്കുന്നുണ്ട്. കേരളത്തിൽ കഴിഞ്ഞ കുറേ കാലമായി പൂരം അടക്കമുള്ള ക്ഷേത്രോത്സവങ്ങൾ അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നുവെന്ന സൂചന നമുക്ക് മുന്നിലുണ്ട്. നേരത്തെ തൃശൂർ പൂരം അട്ടിമറിക്കാനുള്ള നീക്കമായിരുന്നു നടന്നത് എന്ന് ADGP അജിത് കുമാർ സമർപ്പിച്ച റിപ്പോർട്ടിൽ കൃത്യമായി എടുത്തു പറഞ്ഞിരുന്നു. 2024 ADGP അജിത് കുമാർ നൽകിയ റിപ്പോർട്ടിലാണ് അന്ന് തൃശൂർ പൂരം അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ച നീക്കങ്ങളെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്നത്. സ്ഥാപിത താൽപ്പര്യങ്ങൾക്ക് വേണ്ടി തിരുവമ്പാടിയിലെ ചിലർ പൂരം അട്ടിമറിച്ചു എന്ന സൂചനയായിരുന്നു റിപ്പോർട്ടിൽ. പൂരം പൂർത്തീകരിക്കാൻ ജില്ലാ ഭരണകൂടത്തിൻ്റെയും പാറേമക്കാവ് ദേവസ്വത്തിൻ്റെയും ശ്രമങ്ങൾ തിരുവമ്പാടിയിലെ ചിലർ അട്ടിമറിച്ചു. തൃശൂർ പൂരം അട്ടിമറിക്കാനുള്ള ആസൂത്രിത നീക്കങ്ങൾ നടക്കാനിടയുണ്ട് എന്ന സൂചന നേരത്തെ തന്നെ കേന്ദ്ര ഇൻ്റലിജൻസ് വിഭാഗം നൽകിയിരുന്നു. ഇക്കഴിഞ്ഞ ദിവസം ചാനലുകളും മാധ്യമപ്രവർത്തകരുമൊക്കെ വെടിക്കെട്ടുപുരയിലെത്തി. പിന്നീട് മണിക്കൂറുകൾക്കകമാണ് ഈ വൻ സ്ഫോടനം നടന്നത്. നിരോധിത മേഖലയായ ഈ വെടിക്കെട്ടുപുരയിലേക്ക് ആരാണ് മാധ്യമങ്ങളെ എത്തിച്ചത്? ക്യാമറകളും ഡിജിറ്റൽ ഉപകരണങ്ങളുമൊക്കെ ഈ വെടിമരുന്ന് നിർമ്മാണശാലയിൽ എങ്ങനെ എത്തിച്ചു? അടിമുടി സുരക്ഷാ വീഴ്ചയുടെ നിരവധി സംഭവങ്ങളാണ് തൃശ്ശൂരിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത്. പടക്ക നിർമ്മാണശാലയിലേക്ക് കടന്നു വന്ന മാധ്യമപ്രവർത്തകർ അവിടെയുള്ള ആളുകളെ കൊണ്ട് പാട്ടുപാടിക്കുന്ന വീഡിയോ അടക്കം സംപ്രേഷണം ചെയ്തിരുന്നു. പടക്ക നിർമ്മാണത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ അവർ റെക്കോർഡ് ചെയ്യുകയും ചെയ്തു.
ഈ കൊടും ചൂട് സമയത്ത് ആരാണ് ചാനലുകളെയും ക്യാമറ സംഘത്തെയും ഒക്കെ അവിടെ എത്തിച്ചത്? പുറ്റിങ്ങൽ വെടിക്കെട്ടപകടമുണ്ടായ സമയത്ത് തീവ്രവാദ അട്ടിമറി ആരോപണമുയർന്നിരുന്നു. അന്ന് NIA അന്വേഷണം വേണം എന്നിവിടെ ശക്തമായ ആവശ്യവും ഉയർന്നു. ഇപ്പോഴിതാ മുണ്ടത്തിക്കോട് ദുരന്തത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കേന്ദ്ര സംഘം എത്തുന്നു എന്ന് സുരേഷ് ഗോപി MP പറയുന്നു. നിരവധി സംശയങ്ങളാണ് നമുക്ക് മുന്നിൽ ഉയരുന്നത്. അപകടത്തിന് തൊട്ടു മുൻപ് എങ്ങനെ അവിടെ മാധ്യമപ്രവർത്തകരും ചാനൽ ക്യാമറകളും എത്തി? ഈ ചാനൽ ക്യാമറകൾക്കും സംഘത്തിനുമൊപ്പം മറ്റാരെങ്കിലും ഈ നിരോധിത പ്രദേശത്തേക്ക് നുഴഞ്ഞു കയറിയിരുന്നോ? നോ എൻട്രി ബോർഡ് വെച്ച പ്രദേശത്താണ് ഇപ്പോൾ അപകടം നടന്നിരിക്കുന്നത്. സമീപവാസികൾ പറയുന്നത് ഭൂകമ്പം പോലെ തോന്നിയെന്നാണ് ഈ ദുരന്തത്തെക്കുറിച്ച്. വാഹനങ്ങൾ കുലുങ്ങി സമീപത്തുള്ള വീടുകളിൽ വിള്ളലുകൾ വീണു. തിരുവമ്പാടി ദേവസ്വം ബോർഡിന് വേണ്ടി വെടിക്കെട്ട് സാമഗ്രികൾ നിർമ്മിക്കുന്ന മുണ്ടത്തിക്കോടാണ് സ്ഫോടനം നടന്നത്. തിരുവമ്പാടി വെടിക്കെട്ട് ലൈസൻസി മുണ്ടത്തിക്കോട് സതീഷിന്റെ വെടിക്കെട്ട് പുരയിലാണ് അപകടം നടന്നത്. തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റവരെ പെട്ടെന്ന് തന്നെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഇന്നലെ രാത്രിയായപ്പോൾ മുണ്ടത്തിക്കോട് കുട്ടക്കുളം പാടശേഖരവും പരിസര പ്രദേശങ്ങളുമൊക്കെ കണ്ണീർ നിറഞ്ഞ ഒരു കാഴ്ചയായി. പാടശേഖരത്തിന്റെ ഒരറ്റത്ത് ഫയർ എഞ്ചിനുകൾ നിർത്തിയിട്ടിരിക്കുന്നു. ഏക്കർ കണക്കിന് പരന്നു കിടക്കുന്ന പാടശേഖരം. കൂറ്റാക്കൂരിരുട്ടാണെങ്കിലും ദുരന്തമുണ്ടായ ഭാഗത്തെ വഴികളിൽ നിറയെ വെളിച്ചം. പാടശേഖരത്തിന്റെ മധ്യത്തായി ഒരു തുരുത്തുപോലെയുള്ള സ്ഥലത്താണ് തിരുവമ്പാടി വിഭാഗത്തിന്റെ വെടിക്കെട്ട് സാമഗ്രികളുടെ നിർമ്മാണം. തെങ്ങും മറ്റ് മരങ്ങളും നിറഞ്ഞ സ്ഥലത്ത് 5ഇടത്തായി നിർമ്മിച്ച താൽക്കാലിക ഷെഡുകൾ. ഇവിടെയാണ് സ്ഫോടക വസ്തുക്കൾ തയ്യാറാക്കിയിരുന്നതും സൂക്ഷിച്ചിരുന്നതും. സ്ഫോടക വസ്തുക്കൾ ഇവിടെ തയ്യാറാക്കി തൃശൂർ പൂരസ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ് പതിവ്. ആ ഷെഡുകളിൽ ഒരെണ്ണത്തിന്റെ മൺകട്ട കൊണ്ടുള്ള ഭിത്തി മാത്രമാണ് അവിടെ ബാക്കി നിൽക്കുന്നത്. ചുറ്റും കത്തിക്കരിഞ്ഞ വസ്തുക്കളുടെ കൂമ്പാരം. ഇതിന് ചുറ്റുപാടും ശരീരഭാഗങ്ങൾ തെറിച്ചു കിടന്നിരുന്നു. പ്രദേശവാസികൾക്ക് ഭൂകമ്പമാണ് എന്നാദ്യം തോന്നി. വലിയെന്തോ മുഴക്കം പോലെ വീടുകളെല്ലാം കുലുങ്ങുന്നു. കുറച്ചു കഴിഞ്ഞ് തുടരെ പൊട്ടിത്തെറികൾ. ഈ പാടശേഖരത്താണ് കുറേ കാലമായി തിരുവമ്പാടി ദേവസ്വത്തിന്റെ പടക്ക നിർമ്മാണം നടന്നത്. ഒരു കാര്യം വ്യക്തമാണ്, സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ഈ പടക്ക നിർമ്മാണ ഷെഡ് പ്രവർത്തിച്ചിരുന്നത്. ശ്രീലേഖ IPS തന്റെ ഫേസ്ബുക്കിൽ കുറിക്കുന്നതിങ്ങനെ: തൃശൂർ ഒരു വെടിപ്പുരയ്ക്ക് തീപിടിച്ച് 15 പേർ മരിച്ചു. കഷ്ടം, വെറുതെ പൊലിഞ്ഞ കുറേ ജീവനുകൾ. പൂരം വെടിക്കെട്ടിനായി പടക്കം ഉണ്ടാക്കുകയായിരുന്നു ഇവിടെ. പോലീസും ഫയർ റെസ്ക്യൂ വകുപ്പും അറിഞ്ഞിരുന്നു അവിടെ ഇങ്ങനെയൊരു പടക്ക നിർമ്മാണശാല പ്രവർത്തിച്ചിരുന്നു എന്ന്. വേണ്ട സുരക്ഷാ നടപടികൾ ചെയ്തിരുന്നു. ഇനിയും ഇതുപോലെ എത്ര പടക്ക നിർമ്മാണശാലകൾ തൃശ്ശൂരിലുണ്ടെന്നറിയാമോ? അവയിൽ എത്രയെണ്ണം വേണ്ട സുരക്ഷിതത്വത്തോടെയാണ് പ്രവർത്തിക്കുന്നതെന്ന് അറിയാമോ? ഇതൊക്കെ നോക്കാൻ ആർക്കാണ് സമയം? എല്ലാ ഉദ്യോഗസ്ഥരും ഇപ്പോൾ രാഷ്ട്രീയം കളിച്ച് നടക്കുകയല്ലേ? ഏതെങ്കിലും അത്യാവശ്യ കാര്യത്തിന് ആരെങ്കിലും ഒന്ന് ഫോൺ ചെയ്താൽ അതെടുക്കുന്ന ഏതെങ്കിലും പോലീസ് മേധാവികളുണ്ടോ? എന്തിനാണ് നമുക്ക് തീ കൊണ്ട് കളിക്കുന്ന ഇത്തരം പൂരങ്ങൾ? മനുഷ്യജീവനുകൾ പണയം വയ്ക്കുന്ന ഉത്സവങ്ങൾ, കാടുകളിൽ ജീവിക്കേണ്ട ആനയെ നിർത്തി പേടിപ്പിക്കുന്ന കെട്ടുകാഴ്ചകൾ. ഇനിയെങ്കിലും ഈ ഡിജിറ്റൽ യുഗത്തിലെങ്കിലും ഒരു പുനർചിന്തനം നടത്തിക്കൂടെ? നമ്മുടെ ക്ഷേത്രങ്ങൾക്ക് ആചാരപ്രകാരമുള്ള പൂജയും ഭക്തദർശനവും കാഴ്ചയും ഒക്കെയല്ലേ പ്രധാനം? ഉത്സവ സമയം മനുഷ്യനും മൃഗത്തിനും ഭൂപ്രകൃതിക്കും ദോഷം വരുത്തുന്ന വെടിക്കെട്ടും മറ്റും വേണ്ട എന്ന് വെച്ചൂടെ? ശ്രീലേഖ IPS ഉയർത്തിയ പല ചോദ്യങ്ങളും അർത്ഥവത്താണ്. എന്നാൽ പൂരത്തിലെ വെടിക്കെട്ട് വേണ്ട എന്ന് വെക്കുന്നതിലല്ല ഒരു ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്വം. അത് സുരക്ഷിതമായി നടത്തുന്നതിലാണ്. അവിടെ വീഴ്ച സംഭവിച്ചിരിക്കുന്നത് നമ്മുടെ ഭരണകൂടത്തിന് തന്നെ. അപകടത്തെക്കുറിച്ച് ഹരീഷ് വാസുദേവൻ തൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് ഇങ്ങനെ: ജില്ലാ ഭരണകൂടങ്ങളുടെയും സർക്കാരുകളുടെയും ഒരു പരിധിവരെ ഹൈക്കോടതിയുടെയും അനുവാദത്തോടെയാണ് ഓരോ വർഷവും നിയമവിരുദ്ധമായി ക്ഷേത്രോത്സവങ്ങൾ വെടിക്കെട്ട് നടത്തുന്നത്. ലൈസൻസ് വ്യവസ്ഥയുടെയും എക്സ്പ്ലോസീവ് ആക്ടിൻ്റെയും പരിസ്ഥിതി സംരക്ഷണ നിയമത്തിന് കീഴിലെ ശബ്ദ മലിനീകരണ നിയന്ത്രണ ചട്ടത്തിൻ്റെയും നഗ്നമായ ലംഘനങ്ങൾ ഓരോ വർഷവും നടക്കാറുണ്ട്. തെളിവ് സഹിതം ചൂണ്ടിക്കാണിച്ചാൽ ഹൈക്കോടതി പോലും ഒരു നടപടിയും എടുക്കാറില്ല. പിന്നെന്തിന് ഉദ്യോഗസ്ഥരെ മാത്രം പഴിക്കുന്നു? റൂൾ ഓഫ് ലോയുടെ സംഘടിത ലംഘനമാണ് ഓരോ ജീവനും എടുക്കുന്ന അപകടങ്ങളായി മാറുന്നത്. സുരക്ഷാ വീഴ്ചയാണ് ഒഴിവാക്കാവുന്ന അപകടങ്ങൾ. പുറ്റിങ്ങൽ ദുരന്തത്തിന് ശേഷം നമുക്കിതിൽ കൃത്യമായ പ്രോട്ടോക്കോളുകളുമുണ്ട്. ഇന്നേ വരെ ഈ നിയമലംഘനങ്ങൾ നടത്തിക്കൊടുക്കുന്നതിൻ്റെ പേരിൽ തൃശൂർ ജില്ലാ കളക്ടർക്കോ കമ്മീഷണർക്കോ സംസ്ഥാന ഹോം സെക്രട്ടറിക്കോ ഒരു നടപടിയും നേരിടേണ്ടി വന്നിട്ടില്ല. അപ്പോൾ അവർ രാഷ്ട്രീയ നേതാക്കൾ പറയുന്നത് കേട്ട് നിയമം ലംഘിക്കും. ഇന്നിപ്പോൾ ഉണ്ടാക്കുമ്പോൾ പൊട്ടി, ചൂടുകാലമായതിനാൽ ചിലപ്പോൾ ക്ഷേത്ര പരിസരത്ത് നിരത്തുമ്പോഴും പൊട്ടിയനെ. അതുണ്ടായില്ല എന്ന് സമാധാനിക്കാം. ഇപ്പോഴീ ദുരന്തം നടന്നിട്ടും നോക്കൂ ജില്ലാ കളക്ടർ കാണിക്കുന്ന അസംബന്ധം.
എക്സ്പ്ലോസീവ് ആക്ട് 9 വകുപ്പ് പ്രകാരം ഒരു ദുരന്തമുണ്ടായാൽ ജില്ലാ കളക്ടർക്ക് കീഴിലുള്ള ഒരാളെ കൊണ്ട് അന്വേഷിപ്പിക്കാം. എന്നാൽ മരണം നടന്നിട്ടുണ്ടെങ്കിൽ ജില്ലാ കളക്ടർ നേരിട്ട് അന്വേഷണം നടത്തണമെന്ന് നിയമം കർശനമായി പറയുന്നു. നിയമം വ്യക്തമായിരിക്കെ തൃശൂർ ജില്ലാ കളക്ടർ പറയുന്നു RDO അന്വേഷിക്കുമെന്ന്. അന്വേഷണത്തിന് എന്തു വില? റിപ്പോർട്ട് നിയമപരമല്ലാത്തതിനാൽ പ്രതികൾ രക്ഷപ്പെടുമെന്ന് ഇപ്പോഴേ ഉറപ്പാക്കുന്ന ഭരണകൂടം. സുരക്ഷാ വീഴ്ചകളിൽ എപ്പോഴും പൊഴിയുന്നത് സാധാരണക്കാരുടെ ജീവനാണ്. VIP-കൾ പിന്നെയും ശബ്ദശല്യം ആഘോഷിക്കും. ജനീവ ഫെസ്റ്റിവൽ പോലെ വർണ്ണക്കാഴ്ചകൾ കൊണ്ടുള്ള ഉത്സവം പോരല്ലോ ഭ്രാന്തന്മാരായ നമ്മുടെ ചില നാട്ടുകാർക്ക്. അപ്പോൾ ഇത്തരം മരണങ്ങൾ ആവർത്തിക്കും. അതിനൊരവസാനം ഉണ്ടാവണമെങ്കിൽ നമ്മൾ ജീവിക്കുന്ന നാട്ടിൽ റൂൾ ഓഫ് ലോ അഥവാ നിയമവാഴ്ച ഉണ്ടാകണം. ദൗർഭാഗ്യവശാൽ ഈ നാട്ടിൽ അതില്ല. തെരഞ്ഞെടുപ്പ് കൊട്ടിഘോഷങ്ങളിൽ സ്വർഗം പണിത് കൊടുക്കുമെന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടികളൊന്നും ഈ നാട്ടിലെ നിയമവ്യവസ്ഥ നടപ്പാക്കുമെന്ന് പറയില്ല. അതിനോടവർക്ക് എന്ത് ബഹുമാനം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.